ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഇയറിങ്സ് കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇയറിംഗ് ബോക്സ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ദിവ ഫാഷൻ്റെ ഇയറിങ്സ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഇതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. കാരണം ഇത് നല്ല അഫോർഡബിൾ ആണ്. അതേപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് 60 ഇയറിങ്സ് ആണ് വരുന്നത്. 30 പെയേഴ്സ്. നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഡെയിലി യൂസിനും അതുപോലെ തന്നെ കോളേജ് വെയേഴ്സിനും ഓഫീസ് വെയേഴ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് ഇയറിങ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഷൈനിങ് ആയിട്ടുള്ള വൈറ്റ് സ്റ്റോണിൻ്റെ ചെറിയൊരു ഇയറിങ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിങ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അടുത്തത് ഈ ഒരു ഗോൾഡൻ സ്പൈറൽ റൗണ്ട് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. അപ്പോൾ ലൈറ്റിൻ്റെ ഇഷ്യൂസ് കാരണം ആ ഗോൾഡൻ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഇയറിങ്സ് ഞാനിട്ടിട്ട് ഏറ്റവും കൂടുതൽ മാച്ചായിട്ടുണ്ടായിരുന്നത് സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ ഒപ്പം ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഹേർട്ട് ഷേപ്പ്ഡുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഇയറിങ്സ് ആണ്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു റോസ് ഫ്ലവറിൻ്റെ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു ലൈറ്റ് ബ്ലൂ കളേർഡാണ്. ഇത് കൂടാണ്ട് ഇതിൽ ചെറുതായിട്ട് ഒരു ഗ്രീൻ, യെല്ലോ ആൻഡ് വൈറ്റ് ഷെയ്ഡ്സും കൂടി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള പേളിൻ്റെ ഇയറിങ്സ് ആണ്. ഈ ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു ഷൈനിങ് ബ്ലൂ കളേർഡ് ഗ്ലിറ്ററി ഇയറിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഉള്ളിൽ ആ ഒരു ഗ്ലിറ്ററി വർക്ക് സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു ഗോൾഡൻ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് ബ്ലൂ കളേർഡ് ആയിട്ടുള്ള മ്യൂസിക്കിൻ്റെ ഷേപ്പുള്ള ഒരു ഇയറിങ്സ് ആണ്. അടുത്തത് ഈ ഒരു ഗോൾഡൻ ഇയറിങ്സ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ്ഡ് സ്റ്റഡാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസ് 2 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ടുള്ളത് ഒരു ഹേർട്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളേർഡ് ഇയറിങ്സ് ആണ്. അപ്പോൾ ഇതിൽ വൈറ്റാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. ചെറുതായിട്ട് ഒരു ബ്ലൂ കളേർഡ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഇത് നേരത്തെ കാണിച്ചതിൻ്റെ അതേപോലത്തെ തന്നെ ഇയറിങ്സ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഇയറിങ്സ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഏതൊരു ഡ്രസ്സിൻ്റെ ഒപ്പവും നന്നായിട്ട് മാച്ച് ചെയ്ത് വരുന്നതാണ്. അടുത്തത് ഈ ഒരു സിമ്പിളായിട്ടുള്ള ലൈറ്റ് ബ്ലൂ കളേർഡ് റൗണ്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡാണ്. ഇത് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇയറിങ്സ് ആണ്. ഇത് എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ വർക്കൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളേർഡ് ഇയറിങ്സ് ആണ് കേട്ടോ. നമ്മൾ ഗിഫ്റ്റൊക്കെ ടൈ ചെയ്യുന്നത് പോലെയുള്ള ഒരു മോഡലാണ്. അടുത്തത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ഇയറിങ്സ്. അതിൽ ചെറിയ ഒരു ഗോൾഡൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുവിലായിട്ടൊരു വൈറ്റ് പേളും കൂടി കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഈ ഒരു റിംഗ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെ നോക്കിയിട്ടും ഇത് ഇരിക്കുന്നില്ല കേട്ടോ. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്.
അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു ക്ലൗഡി വൈറ്റ് കളർ സ്റ്റോണിൻ്റെ ഒരു ഇയറിങ്സ് ആണ്. അപ്പോൾ ഇത് 2 സെറ്റ് ഒരേ സൈസ് ഉള്ളതാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു ഇയറിങ്സ് 2 ഹേർട്ട് ഷേപ്പ്ഡ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഇയറിങ്സ് ആണ്. ഒന്നിനെ ഒന്ന് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ടൈപ്പ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗോൾഡൻ കളർഡാണ്. അടുത്തത് ഈ ഒരു ഗോൾഡൻ കളേർഡ് ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ഒരു ഇയറിങ്സ് ആണ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ഇയറിങ്സ് ഒക്കെ നമുക്ക് ഏതൊരു ഡ്രസ്സിൻ്റെ ഒപ്പവും സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഈ ഒരു പേസ്റ്റൽ കളേർഡ് ഫ്ലവറിൻ്റെ ഇയറിങ്സ് ആയിരുന്നു. ഇത് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ള ഒരു റോസ് ഫ്ലവറിൻ്റെ ആ ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. ഗോൾഡൻ കളേർഡ് തന്നെ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഹേർട്ട് ഷേപ്ഡ് ഗോൾഡൻ ഇയറിങ്സ് ആണ്. ഇതും നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പവും സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഷൈനിങ് വൈറ്റ് സ്റ്റോണിൻ്റെ ഇയറിങ്സ് ആണ്. ഇതും ഡിഫറെൻറ്റ് ഷേപ്സിൽ വന്നിട്ടുണ്ട്. 2 പേരുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ മൂൺ ഷേപ്ഡ് ഇയറിങ്സ് ആണ്. ഇതും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു സിമ്പിൾ ഗോൾഡൻ ഇയറിങ്സ് ആണ്. ഈ ഒരു ഇയറിങ്സും നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സ്റ്റോണൊക്കെ നല്ല ഷൈനിങ് ആണ് കേട്ടോ. ഒരു ബ്ലൂ കളേർഡ് സ്റ്റോണാണ്. അത് നല്ല എടുത്ത് കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുമായിട്ട് ചെറിയൊരു ഗോൾഡൻ കളേർഡും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലാസ്റ്റത്തെ ഇയറിങ്സ് ആണ്. ഇത് കുറച്ച് വെറൈറ്റി, അതുപോലെ തന്നെ കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പം ലവ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. അത് നല്ല രസമാണ്. നമ്മൾ ഇട്ടാലും നല്ല ഭംഗിയാണ്. ഗോൾഡൻ കളേർഡാണ്. എന്തായാലും സംഭവം കൊള്ളാം. അപ്പം ഇതിലെ എല്ലാ ഇയറിങ്സും നല്ല ഭംഗിയാണ്. ചിലതൊക്കെ കുറച്ച് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള 30 പെയർ ഓഫ് ഇയറിങ്സ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ബൈ ബൈ.